ഇന്നത്തെ ഫുഡ് കോതമംഗലത്തെ ഒരു അടിപൊളി ഷാപ്പിൽ നിന്നായാലോ? എന്നാൽ കൂടെ പോരെ. ഇന്നത്തെ യാത്രയ്ക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഷാപ്പിൽ പോയി നല്ല ഫുഡ് അടിക്കുക. ഒപ്പം മാളുവിന് ലൈസൻസ് ഉണ്ടെങ്കിലും കുറച്ച് നാളായി ഓടിക്കാത്തതിനാൽ കൈ അത്ര തെളിഞ്ഞിട്ടില്ല. ഇന്ന് അവധി കൂടി ആയതിനാൽ ഓടിച്ചു പഠിക്കാം എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. വണ്ടി പുറകോട്ടെടുക്കുന്ന സാഹസിക കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാളുവിന് അല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊട്ടും തന്നെ പേടി ഉണ്ടായിരുന്നില്ല. അതാണ് ഈ കാലൊക്കെ നീട്ടിയിരിക്കുന്നത്. വണ്ടിക്ക് സൈഡ് കൊടുക്കാനും ഓവർടേക്കിങ്ങും ജംഗ്ഷൻ എത്തുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ചെറിയ ചെറിയ പേടികളാണ് മാളുവിനുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ഓടിച്ചപ്പോൾ മാളു കോൺഫിഡൻ്റ് ആയി. കോതമംഗലത്ത് നിന്ന് ഒരു 6 കിലോമീറ്ററാണ് കുടമുണ്ടയിലെ കുളിര് എന്ന ഷാപ്പിലേക്കുള്ള ദൂരം. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്, ഞാൻ കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെ ഞങ്ങൾ ഷാപ്പിലെത്തി. അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ഓല മേഞ്ഞ ഹട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഓരോ റൂമായിട്ട് തിരിച്ചേക്കുവാണ്. ഫാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടൊന്നും ഫീൽ ചെയ്തില്ല. ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസും ഉണ്ട് ഇവിടെ. കാട ഫ്രൈ, വറുത്തരച്ച ചിക്കൻ കറി, ബീഫ്, പോർക്ക്, കൂന്തൽ, ഞണ്ട്, മുയൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എത്തിയതിനാൽ മുയലും ഞണ്ടും ഒക്കെ തീർന്നു പോയായിരുന്നു. കപ്പയും നൈസ് പത്തിരിയാണ് ഓർഡർ ചെയ്തത്. കറിയായിട്ട് ചിക്കൻ വറുത്തരച്ചതും താറാവും കാട ഫ്രൈയും വാങ്ങി. പിന്നെ ബീഫ് റോസ്റ്റും വാങ്ങി. എല്ലാ ഫുഡും അടിപൊളി ടേസ്റ്റാണ്. കാടയും ബീഫ് റോസ്റ്റും താറാവും എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. പിന്നെ ഷാപ്പാണ്, കള്ളുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, അതില്ലേലും കുഴപ്പമില്ല. ഞങ്ങൾ എന്തായാലും വാങ്ങിയില്ല. നിങ്ങൾക്ക് ഓരോരോ റൂം പോലെ പ്രത്യേകം തിരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടുംബസമയം തന്നെ വരാം, ഒരു പ്രശ്നവുമില്ല. ഷാപ്പാണെന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കഴിക്കാവുന്നതാണ്. ക്വാളിറ്റിയാണ്, ഫുഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി അല്പം കുറവാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ വില കൂടുതലായിട്ട് തോന്നിയതുമില്ല. അപ്പം പിന്നെ അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഐറ്റം ഇച്ചിരി കുറഞ്ഞാലും അതിന് വലിയ വിലയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിവേ, എല്ലാവരും മസ്റ്റായിട്ട് വരാവുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.